ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ബ്രെഡ് കൊണ്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാല് നല്ല ചൂടായി വരട്ടെ. അതിലൂടെ 5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യാനുസരണം പോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് മിക്സായി വരട്ടെ. കൂടെ തന്നെ പാല് നല്ല ചൂടായിട്ടുണ്ട്, അതുപോലെ നല്ല തിളച്ച് വരുന്ന സമയമായിരുന്നു. ആ സമയത്ത് നമ്മളൊരു 1/4 കപ്പ് പാലിൽ കുറച്ച് കസ്റ്റർഡ് പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയൊരു ക്രീമി ആവുന്ന രീതിക്ക് ചെറിയൊരു ലൂസായിട്ട് തന്നെ കേട്ടോ വേണം. നമുക്ക് തിക്നെസ് ആക്കി എടുക്കാൻ പറഞ്ഞാൽ അതിനാവശ്യാനുസരണം പോലെ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഒന്നുകൂടി തിക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിക്ക് ആയതിനു ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ചൂടാറട്ടെ കേട്ടോ. ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കൊരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച് വരും. നമ്മളൊരു ചെറിയ ഷുഗർ സിറപ്പ് പോലെ നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു മണത്തിനായിട്ട് ഒരു പിഞ്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് രണ്ടും മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ ബ്രെഡിൻ്റെ അരികളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്ക് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു ബ്രെഡ് എടുക്കുന്ന സമയത്ത് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഡെസേർട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആ ബ്രെഡ് അങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പിന്നെ എക്സ്ട്രാ വെയിറ്റ് എസൻസുകളോ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ ബ്രെഡ് ചേർത്താൽ മതി. നോർമലായിട്ടുള്ള ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ അരികളൊക്കെ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം പോലെ ഏതാ ഷേപ്പിൽ വേണം അതിനനുസരിച്ചനും പോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്ലെയിം കൂട്ടി തന്നെ വെക്കട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 4 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം അതുപോലെ തന്നെ ഹൈയിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കളർ ചേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് കളറായാൽ മതി കേട്ടോ. ഒരുപാട് ഡാർക്ക് ആക്കണം. അത് നമുക്കൊരു ചെറിയൊരു കശപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് തരും. അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡ് ബ്രൗൺ ആവുന്ന രീതിക്ക് നമുക്ക് കളർ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഹൈയിൽ തന്നെ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. തിരിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് കളർ ചേഞ്ച് ആവും നമ്മുടെ ബ്രെഡ്. അതിപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കളർ ചേഞ്ച് ആവുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്മിൽ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ എണ്ണയെടുത്ത് മാറ്റിയേക്കാം. ഇനി കളർ ചേഞ്ച് ആവാൻ വെക്കണ്ട. ഇനി വെച്ചാൽ നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുന്ന സമയത്ത് ഒന്നുകൂടി ചെറിയൊരു കളർ ചേഞ്ച് വരും. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയേക്കാണ്. അതിനുശേഷം പിന്നെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇത് ബ്രെഡ് നമ്മളെല്ലാം പൊരിച്ച് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മുടെ ക്രീം ഉണ്ടല്ലോ, കസ്റ്റർഡിൻ്റെ ക്രീം, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടാറിയതിന് ശേഷം കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഷുഗർ സിറപ്പിൽ ചെറുതായിട്ടൊന്ന് മുക്കി കൊടുക്കാൻ കേട്ടോ. സെൻറ്റർ ഭാഗത്ത് ചെറുതായിട്ട് മുങ്ങിയിട്ടില്ല കേട്ടോ. അത് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കാം. ഒരുപാട് നേരം വെക്കണ്ട കേട്ടോ. നമ്മൾ മുക്കി കൊടുത്തതിന് ശേഷം അതപ്പം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതുപോലെ ക്രീമിലൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ പാത്രത്തിൽ എത്ര വെക്കേണ്ടത് അതിന് ആവശ്യത്തിന് പോലെ ആ ഒരു കഴിക്കുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ മുമ്പ് തന്നെ വെക്കുകയാണെങ്കിൽ ഒരുപാട് സോഫ്റ്റായി പോകും. ചെറിയൊരു ക്രിസ്പിയോടെ നമ്മളിത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 പീസ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് മുക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കസ്റ്റർഡ് മിക്സ് ഉണ്ടല്ലോ, കസ്റ്റർഡിൻ്റെ മിക്സും കൂടെ ഒഴിച്ചതിന് ശേഷം കുറച്ച് നട്ട്സുകളോ അതുപോലെ കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഴിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ. എത്ര പറഞ്ഞാലും പോരാന്ന് പറയാം കേട്ടോ. അത്രയും ടേസ്റ്റാണ്. കഴിക്കുന്ന സമയത്ത് എത്ര കഴിച്ചാലും പോരാന്ന് പറയും. അതുപോലെ തന്നെ നല്ല മധുരമാണ് കേട്ടോ. നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല, നല്ല മധുരമാണ്. പക്ഷേ കഴിച്ചാൽ വീണ്ടും കഴിക്കണമെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ കഴിക്കുന്ന സമയത്തൊന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഈ ചെറിയൊരു ക്രിസ്മസ് കണ്ടില്ലേ, അതുപോലെ നമ്മൾ എടുത്ത് ആ ക്രീമോട് കൂടെ ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു ക്രീമി ആയിട്ടും ഈ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ക്രഞ്ചിയും എല്ലാം കൂടെ ആവുന്ന സമയത്ത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.